നമ്മുടെ കുട്ടികളുടെ കരുതലിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഭാഗമായിട്ട് യെസ് പറയാൻ കൂടി പഠിപ്പിക്കാം. ആദ്യം റൈറ്റും റോങ്ങും തമ്മിൽ തെറ്റേതാണ് ശരി ഏതാണെന്ന് നമ്മൾക്കറിയാവുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കാം. എന്നിട്ട് എവിടെ പറയേണ്ടുന്നിടത്ത് യെസ് പറയേണ്ടുന്നിടത്ത് യെസ് എന്നും നോ പറയേണ്ടുന്നിടത്ത് നോ പറയാനും നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക. പഠിപ്പിച്ചിട്ട് അവർ തന്നെ സ്വയം അത് നേടിയെടുക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുക, ശരിയാണെങ്കിൽ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ കുട്ടികൾ യെസ് പറയേണ്ട കാര്യങ്ങൾ: ഒന്ന്, യെസ് സേയിങ് ടു നോ. നോ പറയേണ്ടുന്നിടത്ത് മോശം സ്പർശനങ്ങളോടും മോശം കാര്യങ്ങളോടും നോ പറയാനാണ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൊച്ചനിയന്മാരെയും അനിയത്തിമാരെയും ആദ്യമായി പഠിപ്പിക്കേണ്ടത്. അവിടുന്ന് നമുക്ക് ആത്മവിശ്വാസവും വളർച്ചയുടെ ഏറ്റവും നല്ല പടികളിലേക്കുള്ള കാര്യമാണ് യെസ് സേയിങ് ടു നോ. പിന്നീട് നമ്മൾ നമ്മളുടെ പേരൻസിനെ സഹായിക്കാൻ യെസ് റെസ്പെക്ട് പേരൻസ്. പേരൻസിനെ നിങ്ങൾ റെസ്പെക്ട് മാത്രമല്ല, നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക. നിങ്ങളുടെ ടീച്ചേഴ്സിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. യെസ് ടു റീഡിങ് ബുക്സ്. ബുക്സ് വായിക്കുന്നതിലൂടെ പുസ്തകങ്ങളെ നിങ്ങൾ ചങ്ങാതിമാരാക്കുമ്പോൾ അറിവ് വർദ്ധിക്കുകയും നിങ്ങളുടെ ചിന്താശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് നിങ്ങൾ റോൾ മോഡലാകുക. അതുപോലെ എവിടെ സോറി യെസ് ടു സേയിങ് സോറി. നമ്മുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് പറ്റിയാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടും മാതാപിതാക്കളോടും സോറി പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധൈര്യം. അതുപോലെ ഷെയറിങ്ങിന് പഠിപ്പിക്കുക. ഷെയറിങ്, യെസ് ടു സേയിങ് ഷെയറിങ്. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ സാധനങ്ങളോ നിങ്ങളുടെ കളിപ്പാട്ടങ്ങളോ പുസ്തകങ്ങളോ ഷെയർ ചെയ്യാനാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞനിയന്മാരെയും അനിയത്തിമാരെയും പഠിപ്പിക്കേണ്ടത്. അതിലൂടെ നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട യെസ് ടു ഹെൽപ്പിങ് അതേഴ്സ്. നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെ കൊണ്ടൊക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ ചെറുതാണെങ്കിൽ ഒരു ചെറിയൊരു വേസ്റ്റ് ആയാലും വേസ്റ്റ് ബിന്നിലേക്ക് ഇടുക. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കാണിച്ചു കൊടുത്തും നിങ്ങളെ കൊണ്ടൊക്കാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനും ദയ കാണിക്കാനും പഠിപ്പിക്കുക. അതുപോലെ ഏറ്റവും സത്യസന്ധരായിട്ടിരിക്കുക. കാരണം സത്യസന്ധത നല്ലൊരു വ്യക്തിത്വത്തിനുടമയാകാനും ഭയമില്ലാതെ ജീവിക്കാനും നമ്മളെ സഹായിക്കും. എന്തെങ്കിലും തെറ്റുകളോ കുറവല്ലായ്മയോ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ കളിയാക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കുക. അവരെ നമ്മളെ പോലെ തന്നെ മിടുക്കരാക്കിയെടുത്ത് നമ്മളിലേക്ക് കൊണ്ടുവരിക. അതുപോലെ എല്ലാ യെസിനെ ഏറ്റവും പ്രധാനപ്പെട്ട യെസ് സെൽഫ്